കുരുമുളകിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കുരുമുളകിൻ്റെ ഇല എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊരു ഇടികല്ലിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി തോലോടുകൂടി തന്നെ നമ്മൾ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുത്തി ചതച്ചെടുക്കുക. ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ 2 ഇതുപോലെ കുരുമുളകിൻ്റെ ഇല നമ്മളിതുപോലെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒരുപാട് അരയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിന് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മളതിലേക്ക് പിന്നെ നല്ല തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ചൂടാറി വരട്ടെ കേട്ടോ. അപ്പോഴേക്കും ആ വെള്ളത്തിനെല്ലാം തന്നെ കറുപ്പ് കളറായിട്ട് കളർ മാറിയിട്ടുണ്ടാകും. ആ കുരുമുളകിൻ്റെ ഒരു കറയാണ് കേട്ടോ അത്. എന്നിട്ട് നമ്മളത് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കാം. അപ്പോൾ എന്നിട്ട് സ്പ്രേ ബോട്ടിൽ എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ വീടുകളിൽ പാമ്പ് ശല്യമൊക്കെ ഉള്ളവിടെയും അതുപോലെ പെരിച്ചാഴി വരുന്ന സ്ഥലത്ത് പല്ലി പാറ്റ ഒക്കെ വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് രാത്രി സമയത്താക്കി തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലി പാറ്റ പാമ്പ് എലിയുടെ ശല്യം എല്ലാം